ഈ വേനൽ ചൂടിൽ നിന്ന് എങ്ങനെ രക്ഷപ്പെടാമെന്ന് നോക്കി നിൽക്കുമ്പോഴാണ് നമ്മുടെ ആലപ്പുഴ ബീച്ചിൽ ഇങ്ങനൊരു സംഭവം വന്നിട്ടുള്ളത്. വണ്ടർ ഫാൾസ് എന്ന് പറയുന്ന ഒരു കൃത്രിമ വെള്ളച്ചാട്ടം. പക്ഷേ സംഗതി വെറുതെ ഒരു വെള്ളച്ചാട്ടമല്ല കേട്ടോ, ഒരു ഒന്നൊന്നര വെള്ളച്ചാട്ടമാണ്. അതേപോലെ തന്നെ ലൈറ്റും പാട്ടും എല്ലാമായി ഒരു ആടി തിമിർക്കാൻ പറ്റുന്ന, കുട്ടികൾക്കൊക്കെ അടിച്ചു പൊളിക്കാൻ പറ്റുന്ന, ഈ അവധിക്കാലം ആഘോഷിക്കാൻ പറ്റുന്ന ഒരു അടിപൊളി വെള്ളച്ചാട്ടം. അതാണ് നമ്മൾ ഇന്നത്തെ ഈ എപ്പിസോഡിൽ കാണിക്കുന്നത്. ഇത് ആലപ്പുഴ ബീച്ചിൽ സ്ഥിതി ചെയ്യുന്ന ഈ ലോകത്തിലെ ഏറ്റവും വലിയ മനുഷ്യ നിർമ്മിത വെള്ളച്ചാട്ടവും ഫ്ലവർ ഷോയും ഉൾക്കൊള്ളുന്ന അത്ഭുത കാഴ്ചയാണ് വണ്ടർ ഫാൾസ് എന്ന് പറയുന്ന ഈ ഒരു പ്രോഗ്രാം. 199 രൂപയുടെ ടിക്കറ്റിലാണ് നമുക്ക് കയറാൻ പറ്റുന്നത്. വെറും 199 രൂപയ്ക്ക് ഒരാൾക്ക് കയറാം. അതുപോലെ തന്നെ കുട്ടികൾക്ക് 150 രൂപയാണ് ചിലവാകുന്നത്. 150 രൂപ ടിക്കറ്റ് ഉണ്ടെങ്കിൽ കുട്ടികൾക്കും കറങ്ങാം. എന്തായാലും 199 ആണെങ്കിലും 150 ആണെങ്കിലും അതൊരു നഷ്ടമല്ല. കയറുന്ന പാസിന്റെ ഇതേ ഉള്ളൂ, ഇറങ്ങുന്ന സമയം അവർ നോക്കാറില്ല. മാക്സിമം നമുക്ക് അത് യൂട്ടിലൈസ് ചെയ്യാം. പിന്നെ ഇവിടെ പോകുന്നവർ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറയുന്നത്, ഒരു കുളിക്കണം എന്നൊക്കെയുള്ള ഒരു പ്ലാനൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഒരു നിക്കറും ഷർട്ടോ അല്ലെങ്കിൽ ബനിയനോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ നമ്മൾ അതിനുള്ള കരുതി വേണം പോകാനായി. ഡ്രസ്സ് മാറാനുള്ള ഡ്രസ്സിങ് റൂമുണ്ട്, അത് നമുക്ക് ഉപയോഗിക്കാം. അതുപോലെ തന്നെ നമുക്ക് മാക്സിമം ഉപയോഗിക്കാം. ഫ്ലവർ ഷോയിലൊക്കെ ആണെങ്കിലും നമുക്ക് ഫോട്ടോ എടുക്കാനുള്ള സംവിധാനങ്ങളൊക്കെ ഉണ്ട് അവിടെ. വ്യത്യസ്ത തരത്തിലുള്ള കുറേ കാഴ്ചകളും കുറേ മുഹൂർത്തങ്ങളൊക്കെ നമുക്ക് കിട്ടും. കുറേ വ്യത്യസ്ത തരത്തിലുള്ള പാട്ടുകൾ ഇട്ട് തരും. നമുക്ക് കുട്ടികൾക്കും മുതിർന്നവർക്കും എല്ലാവർക്കും ഒരുപോലെ അടിച്ചു പൊളിക്കാനും ആസ്വദിക്കാനും ഡാൻസ് കളിക്കുകയും ഒക്കെ ചെയ്യാൻ പറ്റുന്ന ഒരു സന്ദർഭം ഇവിടെയുണ്ട്. ഉച്ചയ്ക്ക് 2 മണി മുതലാണ് കേട്ടോ ഇവിടെ ഇത് തുടങ്ങുന്നത്. അത് ഏകദേശം രാത്രി വരെ ഉണ്ട്. രാത്രിക്ക് ടൈമൊക്കെ പറയുന്നുണ്ടെങ്കിലും അത് വലിയ കാര്യമാക്കേണ്ട കേസൊന്നുമില്ല. ഉച്ചയ്ക്ക് 2 മണി മുതലാണ്. പക്ഷേ നിങ്ങൾ എപ്പോൾ പോകുന്നതാണ് നല്ലത് എന്ന് നമ്മളോട് ചോദിച്ചാൽ അതിന് നിങ്ങൾക്ക് ഏറ്റവും നല്ല ടൈം എന്ന് പറയുന്നത് ഒരു 6 മണിക്ക് ശേഷം നിങ്ങൾ അതിനകത്തേക്ക് കയറുന്നതാണ്. കാരണം എങ്കിലേ നമുക്ക് ഈ വെളിച്ചവും ഇതൊക്കെ കാണാനായിട്ട് സാധിക്കത്തുള്ളൂ. ഈ വെട്ടവും വെളിച്ചവും എല്ലാം ഈ ഒരു വെള്ളച്ചാട്ടത്തിലേക്ക് ചെല്ലുമ്പോഴാണ് അതിൻ്റെ ആ ഒരു ഭംഗി, മനോഹാരിത നമുക്ക് കൂടുതൽ ആസ്വദിക്കാൻ കഴിയുന്നത്. അതല്ലെന്നുണ്ടെങ്കിൽ ആ ചുട്ടുകൊള്ളുന്ന വെയിലത്ത് നിന്ന് നമ്മൾ വെള്ളത്തിൽ കിടക്കേണ്ടി വരും. വെള്ളത്തിന് നല്ല തണുപ്പുണ്ട്, അതുപോലെ തന്നെ ക്ലോറിൻ നന്നായിട്ട് അടിച്ചിട്ടുണ്ട്. അതിൻ്റെ സ്മെല്ല് നമുക്കവിടെ കിട്ടും. പിന്നെ അതുമാത്രമല്ല നല്ല ഉപ്പുരസമുണ്ട്, എല്ലാം ഉണ്ട്. ഇത് പറയുമ്പോൾ ഇതെല്ലാം പറയണം. ഇതിനൊക്കെ ബുദ്ധിമുട്ടുള്ള ആളുകളുണ്ടെന്നുണ്ടെങ്കിൽ അത് കണക്കൂട്ടി തന്നെ ചെല്ലണം. ചില ആളുകളൊക്കെ മാസ്ക് വെച്ചുകൊണ്ടൊക്കെ നിൽക്കുന്നത് കണ്ടു. കാരണം ഒരുപക്ഷെ അവർക്ക് അതിൻ്റെയൊക്കെ ബുദ്ധിമുട്ടുള്ളത് കൊണ്ടായിരിക്കും. ചെല്ലുന്ന ആളുകൾ എന്തായാലും കൂടുതലും ആ പൈസ മാക്സിമം മുതലാക്കിയിട്ട് തന്നെയാണ് കേട്ടോ പോകുന്നത്. കാരണം നമ്മൾ ചെല്ലുന്നതിന് മുമ്പ് തൊട്ട് ആ വെള്ളത്തിൽ കിടന്നവരൊക്കെ ഞങ്ങൾ തിരിച്ചു പോകുമ്പോഴും ആ വെള്ളത്തിൽ തന്നെയുണ്ട് കേട്ടോ. പിന്നെ ഈ ഡ്രസ്സൊന്നും നമുക്ക് സ്പെയറായിട്ട് ഒന്നും കയ്യിലില്ല എന്നുണ്ടെങ്കിൽ നമുക്കതിന് ചെയ്യാൻ പറ്റില്ല. പിന്നെ അതുമാത്രമല്ല, ഈ വെള്ളച്ചാട്ടത്തിൽ പോകുന്ന ആളുകൾ എനിക്ക് തോന്നുന്നു ഫ്ലവർ ഷോയിലും മറ്റ് കാഴ്ചകളൊക്കെ കണ്ടതിന് ശേഷം ലാസ്റ്റ് വന്ന് ഈ ഒരു വെള്ളച്ചാട്ടത്തിലേക്ക് ഇറങ്ങുന്നതായിരിക്കും നല്ലത്. ഇല്ലെങ്കിൽ നനഞ്ഞ കോഴിയെപ്പോലെ നമ്മൾ നടക്കേണ്ടി വരും ഇത് കഴിഞ്ഞിട്ട്. കാരണം ഇതിനകത്ത് ഇറങ്ങി അല്ലെങ്കിൽ ഇവിടെ നിൽക്കുമ്പം തന്നെ ഇതിൻ്റെ കാറ്റടിയും വെള്ളം, നമ്മൾ അതിരപ്പള്ളിയിലൊക്കെ ചെന്ന് നിൽക്കുമ്പോൾ താഴത്ത് ഇറങ്ങിയിട്ടുള്ളവർക്ക് അറിയാൻ പറ്റുമല്ലോ, ഈ വെള്ളത്തിൻ്റെ പതിക്കുന്നതിൻ്റെ ആ ഒരു ഇതിൽ കാറ്റും ഒക്കെ കൂടി കൊണ്ട് നമുക്ക് വെള്ളം തെറിക്കുന്നത്. ഇതൊക്കെ കഴിഞ്ഞ് നമ്മൾ നല്ല അടിപൊളി ഒരു സ്ട്രീറ്റിലേക്കാണ് കേട്ടോ ഇറങ്ങുന്നത്. എനിക്കിത് ഓർമ്മ വരുന്നത് നമ്മുടെ ജൂതത്തെരുവിലൊക്കെ, മട്ടാഞ്ചേരി ജൂതത്തെരുവിൽ നമ്മൾ നടക്കുമ്പോൾ കിട്ടുന്ന ഒരു ഫീലാണ് ഉള്ളത്. ഇത് തീർത്തും ഇതെല്ലാം മനുഷ്യനിർമ്മിതമാണ് എന്ന് പറയുമ്പോൾ അത്ഭുതപ്പെടേണ്ടി വരും. കാരണം ഈ 2 സൈഡിലും കാണുന്ന ബിൽഡിങ്ങുകളെല്ലാം തന്നെ നമ്മുടെ ഷൂട്ടിങ്ങിനൊക്കെ വേണ്ടിയിട്ടൊക്കെ ചെയ്യുന്ന രീതിയിലുള്ള മറ്റ് ഈ പ്ലാസ്റ്റർ ഓഫ് പാരീസും അതുപോലുള്ള പേസ്റ്റ് ബോർഡും ഒക്കെ വെച്ചിട്ടൊക്കെ ഉള്ളതാണ്. പക്ഷേ എന്താണെങ്കിലും ഈ ഒരു സ്ട്രീറ്റ് നല്ല അടിപൊളിയായിട്ടാണ് അവരത് ചെയ്തിട്ടുള്ളതും അത് മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകുന്നതും. ആ ഒരു സ്ട്രീറ്റ് അതുപോലെ തന്നെ അവിടെ വെച്ചിട്ടുണ്ട്. തിരിച്ചിപ്പുറ വരുമ്പോൾ മനുഷ്യനിർമ്മിതമായിട്ടുള്ള കൂറ്റൻ ഫ്ലവർ ഷോ. അതിൽ ഫ്ലവർ കൊണ്ട് എന്തൊക്കെ കാണിക്കാൻ സാധിക്കുമോ അതെല്ലാം ഇവിടെ കാണിച്ചിട്ടുണ്ട് ഉണ്ടെന്ന് വേണം പറയാനായി. എന്തൊക്കെ രൂപങ്ങളുണ്ടോ അതെല്ലാം ഉണ്ട്.
പല തരത്തിലുണ്ട്. ഇത് മൊത്തം കണ്ട് തീർക്കണേ നമുക്ക് സമയം പോകും. ക്ഷമയുള്ളവർക്ക് പറ്റുള്ളൂ. കാരണം നമ്മളെപ്പോലെ റെഡി 1 2 3 പറഞ്ഞ് നിൽക്കുന്നവർക്കൊന്നും ഇന്ന് പറ്റില്ല. ഇതുകൊണ്ട് ഇതെല്ലാം പൂക്കൾ കൊണ്ടാണ്. സംഗതി പ്ലാസ്റ്റിക് പൂക്കളൊക്കെ ആണെന്ന് മാത്രമേ ഉള്ളൂ. പക്ഷേ എല്ലാ ടൈപ്പും നമ്മൾ കാണാത്തതും ഞാൻ കാണിക്കാത്തതുമായിട്ടുള്ള പലതും ഇവിടെ ഉണ്ട് കേട്ടോ, പല രീതിയിലും. അതുപോലെ തന്നെ റോബോട്ട് മനുഷ്യന്മാരുണ്ട്, അതുപോലെ നമ്മുടെ ഗൊറില്ലകളെ നിർത്തിയിട്ടുണ്ട്. അങ്ങനെ കുട്ടികൾക്കൊക്കെ എൻജോയ് ചെയ്യാൻ പറ്റുന്ന പല തരത്തിലുള്ള കാഴ്ചകൾ, നല്ല ഫോട്ടോഷൂട്ടിന് പറ്റിയ സ്ഥലങ്ങൾ. ഇവിടെ ഈ ഫ്ലവർ ഷോ നടക്കുന്നിടത്ത് തീർത്തും ഫോട്ടോ എടുക്കാൻ താല്പര്യമുള്ളവരാണ് വരുന്നതെല്ലാം. കാരണം എല്ലാവരും അത് എൻജോയ് ചെയ്ത് ഫോട്ടോ എടുക്കുന്നുമുണ്ട്. Choose to stay through all the pain. I know you told your friend you're not okay, and tell me what's wrong and why you never said you felt that way. Guess you're trying to stay strong and fake a smile until I look away. But I've known you too long, it hurts to watch your blue eyes fade to gray as you fade away. അതൊക്കെ കഴിഞ്ഞ് വരുമ്പം പുറത്ത് കുറേ പർച്ചേസ് ചെയ്യാനുള്ള ഷോപ്പിങ്ങിന് പറ്റുന്ന കുറേ സ്ഥാപനങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. നമ്മൾ സാധാരണ കാർണിവലിലും അതുപോലെ കാണുന്ന കാഴ്ചകളായിട്ടുള്ള ഈ തൊട്ടിയാട്ടവും അതുപോലുള്ള പലതും ഉണ്ട്. ഇതെല്ലാം കഴിഞ്ഞ് നമുക്ക് ബീച്ചിൽ വന്ന് പുറത്തിറങ്ങി ഒരു ഐസ്ക്രീമൊക്കെ കഴിക്കാം. അതുപോലെ തന്നെ ഇവിടുത്തെ നമ്മൾ സാധാരണ കാണുന്ന കാഴ്ചകളും ആ ബീച്ചിൻ്റെ വൈബും ഒക്കെ നമുക്ക് ആസ്വദിച്ച് തിരിച്ചു മടങ്ങാം. രാത്രി ആയതുകൊണ്ട് തന്നെ ഈ ചൂടിനൊക്കെ ഒരു ആശ്വാസം കിട്ടുന്ന രീതിയിൽ നമുക്ക് ഈ ഇവിടെ കടപ്പുറത്ത് വന്ന് ഒരു കപ്പലിലേക്ക് കുറച്ചിങ്ങനെ ഇരിക്കാം. ഇരുന്ന് കഴിയുമ്പോൾ എന്താണെങ്കിലും നമുക്ക് ഉറക്കം വരുന്ന സമയത്ത് ബീച്ചിലേക്ക് പോവുകയും ചെയ്യാം. പുറത്തുനിന്നുള്ളവരാണ് ഏറ്റവും കൂടുതൽ നമ്മുടെ ആലപ്പുഴ ബീച്ച് കാണാനായിട്ട് വരുന്നത്. എനിക്ക് തോന്നുന്നു ആലപ്പുഴയിലുള്ള ആളുകളെക്കാളും കൂടുതൽ പുറത്തുനിന്നുള്ള ആളുകളാണ്. കുതിര സവാരിയുണ്ട്, 3 4 കുതിരകൾ ഇവിടെയുണ്ട്, അതുമൊക്കെ ഉണ്ട്. അങ്ങനെ പല പല കാഴ്ചകൾ നമുക്കുണ്ട്. ഒരു ദിവസം ഒരു 1 ഡേ ടൂറായിട്ട് തന്നെ വരാൻ പറ്റുന്ന ഒരു സ്ഥലമാണ് ആലപ്പുഴ. 1 ഡേ ടൂറല്ല, അത് ആലപ്പുഴ ബീച്ച് തന്നെ ഒരു ദിവസത്തേക്ക് നമുക്ക് മുഴുവനായിട്ട് ചിലവാക്കാൻ മാത്രം ഉള്ള കാഴ്ചകൾ ഈ വെക്കേഷൻ പ്രമാണിച്ച് നമുക്കിവിടെ ഉണ്ട്. അപ്പോൾ എന്താണെങ്കിലും ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. അടുത്തൊരു വീഡിയോ കാണുന്നവരും സൈനിങ് ഔട്ട്, മൻസൂർ മുഹമ്മദ്.